71ാമത് നെഹ്റു ട്രോഫി ജലോത്സവത്തിന്റെ ആവേശമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പുന്നമട കായലിൽ ആവേശം ഇങ്ങനെ അലതല്ലുകയാണ്. ചെറുവള്ളങ്ങളുടെ ഹീറ്റ്സ് മത്സരം പുരോഗമിക്കുന്നു. 5 മണിയോടുകൂടി ഫൈനൽ മത്സരം ആരംഭിക്കും. ഇത്തവണ കപ്പ് ആരടിച്ചെടുക്കും എന്നത് കാണാനാണ് മലയാളക്കരയാകെ ഒന്നാകെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഫൈനലിൽ ഇടം പിടിച്ചിരിക്കുന്നത് പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിന്റെ മേൽപ്പാടവും പുന്നമട ബോട്ട് ക്ലബിന്റെ നടുഭാഗവും നിരണം ബോട്ട് ക്ലബിന്റെ നിരണം ചുണ്ടനും വില്ലേജ് ബോട്ട് ക്ലബ്ബ് കൈനഗിരിയുടെ വിയപുരം ചുണ്ടനുമാണ് ഇടം നേടിയിട്ടുള്ളത്. കഴിഞ്ഞ തവണ PBCയും അതായത് പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബും അതോടൊപ്പം വിയപുരം രണ്ടാമതെത്തുന്ന ഒരു കാഴ്ചയുമാണ് നമ്മൾ കണ്ടതെങ്കിൽ ഇത്തവണ ഇഞ്ചോടിഞ്ച് മത്സരം തന്നെയാണ് നടക്കുന്നത്. ഇത്തവണ കപ്പടിച്ചു മാറ്റും എന്ന ഉറച്ച ഉത്തമ ബോധ്യത്തോടു കൂടിയാണ് വിയപുരം ഇറങ്ങുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ PBCയും ഉണ്ട്. പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിന്റെ ആവേശം അത് അല്പസമയത്തിനകം തന്നെ കാണാൻ സാധിക്കുമെന്നാണ് കരുതുന്നത്. 5 മണിയോടുകൂടി തന്നെ ഇപ്പോൾ സ്ക്രീനിൽ എഴുതി കാണിക്കുന്നുണ്ട് ഹീറ്റ്സ് 1, അതായത് ചുണ്ടൻ നടുഭാഗം എത്ര പോയിന്റാണ് നേടിയത്, നിരണം എത്ര പോയിന്റാണ് നേടിയത്, മേൽപ്പാടം നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. നേരിയ വ്യത്യാസത്തിൽ മാത്രമാണ് 1, 2, 3 സ്ഥാനങ്ങളിൽ ഇവർ എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. ഇതോടുകൂടി 6 ഹീറ്റ്സ് ആണ് പൂർത്തിയായിരിക്കുന്നത്. ഇപ്പോൾ സോ 71ാമത് നെഹ്റു ട്രോഫി ജലോത്സവത്തിന്റെ ഇരുട്ടുകുത്തി സി ഗ്രേഡിന്റെ ഫൈനൽ മത്സരമത ചെറമുറി പിന്നിട്ട് ഈ അവസാന ഫിനിഷിംഗിന്റെ പോളിനെ തൊടാൻ അവസാന മീറ്ററുകളിലേക്ക് കടന്നു വരുന്നു. ഗോത്തുരുത്ത് ഇൻ ട്രാക്ക് 1, ട്രാക്ക് 2-ൽ പമ്പാവാസൻ, ട്രാക്ക് 3-ൽ സെയിന്റ് സെബാസ്റ്റ്യൻ നമ്പർ 2, ട്രാക്ക് 4-ൽ വടക്കുംപുറം. 4 ചരിത്രമുള്ള വള്ളങ്ങളാണ്. ഒരു പക്ഷേ മധ്യ കേരളത്തിലെ ജലോത്സവങ്ങൾ വീക്ഷിക്കുന്ന ഓരോ വള്ളംകളി ആരാധകരുടെയും ഹൃദയത്തിൽ എഴുതി ചേർത്തിട്ടുള്ള 4 വള്ളങ്ങളാണ് ഗോത്തുരുത്തും പമ്പാവാസനും സെയിന്റ് സെബാസ്റ്റ്യൻ നമ്പർ 2-ഉം വടക്കുംപുറവും. ചെറിയിറങ്ങി അവസാന പോളിലേക്ക് ഇടിമിന്നൽ പോലെ കടന്നു വരുന്ന സുന്ദര നൗകകൾ പമ്പാവാസനാണോ അതോ സെയിന്റ് സെബാസ്റ്റ്യൻ നമ്പർ 2 ആണോ? ഇത് ഇഞ്ചോടിഞ്ചുള്ള പോരാട്ടമാണ്. അക്കരെ നിന്നും ഇക്കരയിലേക്ക് ഒരു നൂല് വലിച്ചു കെട്ടിയാൽ തുല്യതയിൽ പോരാടുന്ന ഒരു സുന്ദര മത്സരം. അതെ, 2ാം ട്രാക്കിലെ പമ്പാവാസന്റെ 1ാം തുഴക്കാരൻ എഴുന്നേറ്റ് നിന്ന് താളം മുറക്കുന്നു. വിടുന്നില്ല സെയിന്റ് സെബാസ്റ്റ്യൻ നമ്പർ 2. ഇതെന്തൊരു മത്സരമാണ്, ഇതെന്തൊരു ചൈതന്യമാണ്. അരിമ്പലയിൽ മെനഞ്ഞെടുത്ത കരിന്തുഴയുടെ ചിറകിലേറി പമ്പാവാസനും സെയിന്റ് സെബാസ്റ്റ്യൻ നമ്പർ 2-ഉം. What a match, what a visual. ഇതിൽ പരം സുന്ദരമായൊരു കാഴ്ച ഈ ലോകത്തെവിടെയുണ്ട് എന്ന് തോന്നിപ്പോകുന്ന സുന്ദര മത്സരം. കടന്നുപോയി പമ്പാവാസനും സെയിന്റ് സെബാസ്റ്റ്യനുമെങ്കിൽ തൊട്ടു പിന്നാലെ ഗോത്തുരുത്തും വടക്കുംപുറവും. ഇരുട്ടുകുത്തി സി ഗ്രേഡിന്റെ 71ാമത് നെഹ്റു ട്രോഫി ജലോത്സവത്തിന്റെ വിജയിയാണ് കടന്നുപോയത്, വിജയികളാണ് കടന്നുപോയത്. ഇനി നടക്കുവാനുള്ളത് ഇരുട്ടുകുത്തി ബി ഗ്രേഡിന്റെ ഫൈനൽ മത്സരമാണ്. 1ാം ട്രാക്കിൽ തുരുത്തിപ്പുറവും, 2ാം ട്രാക്കിൽ ഗോത്തുരുത്തുപുത്രനും, 3ാം ട്രാക്കിൽ സെയിന്റ് സെബാസ്റ്റ്യൻ നമ്പർ 1-ഉം, 4ാം ട്രാക്കിൽ താണിയൻ ദ ഗ്രേറ്റും. ഞാൻ സൂചിപ്പിച്ചു, മധ്യ കേരളത്തിലെ ജലോത്സവങ്ങളിൽ ലക്ഷക്കണക്കിന് ആരാധകരുള്ള 4 സ്വപ്ന നൗകകൾ. ഒരു പക്ഷേ ഈ 4 സ്വപ്ന നൗകകളുടെ ഒരു അതുല്യമായ, ഒരു അത്ഭുതകരമായ പ്രകടനത്തിന് കൂടിയാകും വേദിയാകാൻ പോകുന്നത്. ട്രാക്ക് 1-ൽ തുരുത്തിപ്പുറമെങ്കിൽ എത്രയോ മധ്യ കേരളത്തിലെ ജലോത്സവങ്ങളിലും പുന്നമടയിലും തന്റെ ഇടിനാഥം മുഴക്കിയിട്ടുള്ള തുരുത്തിപ്പുറം. 2ാം ട്രാക്കിൽ ഗോത്തുരുത്തുപുത്രൻ, 3ാം ട്രാക്കിൽ സെയിന്റ് സെബാസ്റ്റ്യൻ നമ്പർ 1, 4ാം ട്രാക്കിൽ മധ്യ കേരളത്തിലെ ജലോത്സവങ്ങളോളം ചരിത്രം അവകാശപ്പെടാൻ കഴിവുള്ള ദ ലെജൻഡറി താണിയൻ ദി ഗ്രേറ്റ്. കാത്തിരിക്കാം ആ സുന്ദര മത്സരത്തിനായി. ഓവർ ടു ജോളി എതിരെ.